അഭിഭാഷകൻ ബി.എ. ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണമുണ്ടായിരുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കരോഗത്തിന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഏതാണ്ട് 2 വർഷത്തിലധികമായി ചികിത്സയിലായിരുന്നു. ഡയാലിസിസ് ഉൾപ്പെടെ ആഴ്ചയിൽ 2 ദിവസം നടത്തുകയും ചെയ്തിരുന്നു. എറണാകുളത്ത് ആണ് അദ്ദേഹം ഓഫീസ് സ്ഥാപിച്ചതും തുടർന്ന് പ്രാക്ടീസുമായി മുന്നോട്ട് പോയതും. നേരത്തെ കേരളത്തിന് പുറത്ത് മഹാരാഷ്ട്രയിലായിരുന്നു ആദ്യം പ്രാക്ടീസ്. നിരവധിയായ ക്രിമിനൽ കേസുകളിൽ, അതായത് കേരളം ചർച്ച ചെയ്യപ്പെട്ടുള്ള പ്രമാദമായ ക്രിമിനൽ കേസുകളിലൊക്കെ ബി.എ. ആളൂർ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിരുന്നു. അങ്ങനെ നിരവധിയായ കേസുകൾ, പ്രത്യേകിച്ചും ആദ്യം അങ്ങനെ ബി.എ. ആളൂർ, ബിജു ആന്റണി ആളൂർ എന്ന ബി.എ. ആളൂർ ഹാജരാകുന്നത് സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടിയാണ്. ഗോവിന്ദചാമിയുടെ കേസിൽ അന്ന് സുപ്രീം കോടതിയിലടക്കം ഈ കേസ് നടത്തുകയും ഗോവിന്ദചാമിയുടെ ആ കേസിലൊക്കെ ഇത് ചെയ്തിരുന്നു, ഹാജരായിരുന്നു. മറ്റൊന്ന് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ ആ കേസിൽ അമീറുൽ ഇസ്ലാമിന് വേണ്ടി, പ്രതിക്ക് വേണ്ടി ഹാജരായത് ബി.എ. ആളൂർ ആണ്. തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി.എ. ആളൂർ. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു ചികിത്സയിലായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുമ്പായിരുന്നു അന്ത്യം. നിരവധിയായ കേസുകൾ, ഏറ്റവും ഒടുവിൽ ബി.എ. ആളൂർ ഹാജരായത് നരബലി കേസിലാണ്. വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലടക്കം പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നു. അങ്ങനെ നിരവധിയായ എണ്ണപ്പെട്ട കേസുകളിൽ ഹാജരായ അഭിഭാഷകനാണ് ബി.എ. ആളൂർ. അല്പസമയം മുമ്പാണ് ബി.എ. ആളൂർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിര്യാതനായത്. വിവാദ കേസുകളിലൊക്കെ പ്രതിഭാഗം അഭിഭാഷകനായി എത്തിയിരുന്ന ബി.എ. ആളൂറാണ് അല്പം മുമ്പ് അന്തരിച്ചത്.